ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവർ ഏത് രീതിയിലാണ് നിങ്ങളെ വിലയിരുത്തുന്നത്, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 3 of Pentacles, Queen of Pentacles, the Fool energy, Tower energy, 6 of Wands, Chariot, 10 of Cups, Star energy, King of Wands, Emperor, Lovers, Devil, King of Cups, 4 of Wands, 10 of Swords, Queen of Swords, 4 of Cups, the Wheel of Fortune, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്നുള്ളത്. അപ്പൊ അതിനു മുന്നേ തന്നെ പറയട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രെഡുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു ബന്ധമാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോയവരായിരിക്കാം. ചിലവർ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തായിരിക്കാം. ഇവിടെ ഒന്നിലധികം എനർജീസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു പേഴ്സന്റെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഇവർക്ക് ഇവരുടേതായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി മാറിപ്പോയിരിക്കുന്നവര്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഇവർക്ക് എന്ത് കാര്യത്തിലേക്കാണോ ഇവര് പോയിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു മാറ്റം, അവിടെ ഒരു എൻഡിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അവസാനം. എന്ന് വെച്ചാൽ അവരിപ്പോ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു അവസാനം വേണം. കാരണം ചില കാര്യങ്ങൾ ഒരു പൂർണ്ണ അവസാനം ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റു പല കാര്യങ്ങളിലേക്ക് അതൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിൽ ഇവർ ഒരുപാട് പെയിൻ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഒരു മനോബലം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. പ്രതീക്ഷകൾ ഉള്ളിൽ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷകൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഭയങ്കരമായ ഒരു മൈൻഡ് പവർ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടേത്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് നൽകാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെയൊക്കെ മാറിപ്പോയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ ഇപ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്, ഇതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ എത്രത്തോളം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും ഇവർ പുറമേ കാണിക്കുന്നതല്ല ഇവരുടെ മനസ്സ്. ഇവരുടെ മനസ്സുകൊണ്ട് ഇവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ്, ഒരു പ്രണയം, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അടുപ്പം അത് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. പക്ഷെ ചാരിയറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു രീതിയിൽ ഒരു
ഇവർ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതകളില്ല. ഇപ്പൊ നിങ്ങൾ നോക്കി കാണുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർ ഇതൊന്നും പുറത്തേക്ക് കാണിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നില്ല. കാരണം അത്രത്തോളം ഇവർക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇനിയിപ്പോ മിണ്ടുന്നവരാണെങ്കിൽ പോലും ഇവരുടെ സംസാരമൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് നിങ്ങളോട് സ്നേഹം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഒരുപക്ഷേ ഇവർക്ക് കൊടുത്തിരിക്കുന്ന അൺകണ്ടീഷണൽ ലവ്, കെയറിങ്, സപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ അതെല്ലാം ഇവരുടെ ലൈഫിൽ മറ്റാരും കൊടുക്കാത്ത രീതിയിലായിരുന്നു. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു സ്നേഹം പോലെ ഇവരുടെ ലൈഫിൽ ആരും ഇവരെ സ്നേഹിക്കാൻ ഉണ്ടായിട്ടില്ല. ഇവർക്ക് ചുറ്റുപാടും എല്ലാവരും ഉണ്ടായിരിക്കാം. ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, കൊളീഗ്സ് ഉണ്ടായിരിക്കാം. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മനസ്സ് ചിന്തിക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യം അത് അവർക്ക് ലഭിക്കുന്നില്ല. അവർ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഹാപ്പിനെസ് ലഭിക്കാതെ നിൽക്കുന്ന സമയമാണ്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കരിയറിനൊക്കെ ഭയങ്കരമായിട്ട് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോ അവർക്ക് അതിലേക്കൊന്നും അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർ ഒരു സമയത്ത് ഫോക്കസ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ അത്രക്കൊന്നും ഒരു മൈൻഡിനെ ആ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല രീതിക്കും മനസ്സിങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ലോൺലിനെസ് ആരൊക്കെ ചുറ്റിനും ഉണ്ടെങ്കിലും അതൊന്നും ഇവർക്ക് കാണാൻ പറ്റാതിരിക്കുന്ന ഒരു സ്റ്റേജ്. ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഒരുപാട് കുറ്റബോധം, ഒരു റിഗ്രറ്റ് ഫീല്, മണ്ടത്തരമായി പോയി ചെയ്തത് എന്നുള്ളൊരു തോന്നല്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു അൺകണ്ടീഷണൽ ലവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ലൈഫിൽ ഒരു ഘടന വേണമെന്ന് ഒരുപോലെ ആഗ്രഹിച്ചൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊക്കെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒന്നും പറയാതെ മാറിപ്പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി പോയി അല്ലെങ്കിൽ വലിയൊരു തകർച്ചയായി പോയിട്ടുണ്ടായിരിക്കും. ഒരുമിച്ച് നെയ്ത് കൂട്ടിയ ആ ഒരു ചീട്ട് കൊട്ടാരം ഒറ്റയടിക്ക് തകർന്നു പോകുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണോ അതാണ്. നിങ്ങളൊരു ഡിപ്രസ്ഡ് അവസ്ഥയൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം. ഇപ്പോഴും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് റീകണക്ട് ആവണം, ഒരുമിച്ചൊരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം, ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഒരുമിച്ച് ആ ഒരു ലൈഫ് സ്പെൻഡ് ചെയ്യണം, എൻഡ് വരെ ലൈഫിൽ ഇവർ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ വേണം, അതാണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ കൂടെ വേണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് അതേ ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോഴേക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ ഫാമിലി ആയിരിക്കാം, ഈഗോയും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പല സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ട് മനസ്സിൽ ഇങ്ങനെ അവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ ഇമോഷൻസിനെ. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളെ നോക്കി കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി അവരെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അവരത് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ നമ്മൾ എടുക്കുന്നത് അവരുടെ മനസ്സാണ്. അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അവരൊരു അഡിക്ഷൻ, അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങൾ ഡിപ്രഷൻ അവസ്ഥ ഫേസ് ചെയ്തെങ്കിൽ പോലും നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് ഒരു സെൽഫ് ലവിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫാമിലി ലൈഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ആയിട്ടുണ്ടാവും. മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ അതൊന്നും ആരോട് എക്സ്പ്രസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇവരെ ചേസ് ചെയ്ത് പോവാറില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ആദ്യ സമയത്ത് നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് നിങ്ങളെ നോക്കി കാണുമ്പോൾ അവർക്കൊരു മിസ്സിംഗ് ഫീൽ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവര് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ ഇത് എന്നൊരു ചിന്ത അത് അവരുടെ ഉള്ളിലേക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അവരുടെ ലൈഫിൽ, അവരുടെ ജീവിതത്തിൽ ആരായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അതിപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയ ഒരു ബന്ധമൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ നിങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോയെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്.
എങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇതിനകത്തൊരു റീബർത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ട്. അവർ ആഗ്രഹിക്കുന്നുണ്ട്. സിറ്റുവേഷൻ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി ഓരോ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു കെയറിങ്ങും സപ്പോർട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വന്നിരുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞാലും ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത, ആ ഒരു ഡെപ്ത് അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയം ഓർക്കുന്നത്. അതുപോലെ ഭയങ്കരമായിട്ടൊരു കരിയർ ഫോക്കസ്ഡ് ഒക്കെ ആയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർ അതൊക്കെ എല്ലാം നേടി അവർ എങ്ങോട്ടാണോ പോയത്, ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് ഫിനാൻഷ്യലി ഒക്കെ ഇവർ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആയിരുന്നു. അപ്പൊ സാമ്പത്തികപരമായിട്ട് ഒരു ഓപ്ഷൻ ഒക്കെ വന്നപ്പോ നിങ്ങളെ മാറ്റിയിട്ട് അതിലേക്കൊക്കെ പോയവരാണെങ്കിൽ ഇപ്പൊ അവരുടെ ഒരു എനർജി പറയുകയാണെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അവർക്കൊരു ഹാപ്പിനെസ് ഇല്ല. അല്ലെങ്കിൽ അവർ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, കരിയറിലൊക്കെ ഭയങ്കര ഗ്രോത്ത് ഉണ്ടെങ്കിലും അവർക്ക് അവിടെ ഹാപ്പിനെസ്, ഒരു സന്തോഷവും സമാധാനവും ആനന്ദിക്കാൻ സാധിക്കുന്നില്ല. മനസ്സുകൊണ്ട് ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും നിന്നു പോയെങ്കിൽ പോലും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, വീണ്ടും ഒന്ന് കണക്ട് ആവാൻ സാധിച്ചിരുന്നെങ്കിൽ. അർഹതപ്പെട്ട കുറേയധികം സ്നേഹവും കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അവർ ഒരുപാട് സമയത്ത് വിലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ അവരുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഇനിയെങ്കിലും ഒരു സക്സസ്, ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ കടന്നു വന്നിരുന്നെങ്കിൽ, ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്, നീതിപൂർവ്വം നിങ്ങളോടൊന്ന് പെരുമാറാൻ ഒരവസരം അവരുടെ ലൈഫിൽ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി നിൽക്കുന്നവരല്ല. നിങ്ങൾക്കൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഒരുപാട് വേദനിച്ച് മനസ്സ് പാകപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഭയങ്കരമായ ഒരു സെൽഫ് ലവിലേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഘടന നിങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മനസ്സുകൊണ്ട് നിങ്ങളും ചിന്തിക്കുന്നുണ്ട് ഇവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. പക്ഷേ എങ്കിൽ പോലും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരണം എന്നൊരു ചിന്തയോ ധൃതിയോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കാണില്ല. നല്ല രീതിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം മതി. കാരണം ഇനിയും വേദനിക്കാൻ വയ്യ എന്നുള്ള രീതിക്കായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെങ്കിലും നമുക്ക് വന്നിരിക്കുന്ന 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങൾ ഒരുമിച്ച് കണ്ടുപോയ ആ ഒരു സ്വപ്നങ്ങൾ അത് മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയുടെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ കരിയറിന്റെ രൂപത്തിലായിരിക്കാം, ഫിനാൻഷ്യലി കാര്യങ്ങളിലായിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്നുള്ള വ്യക്തികളുടെ എനർജി ആയിരിക്കാം. ഒരു മൂന്നാമത്തെ പേഴ്സൺ അല്ലെങ്കിൽ മൂന്നാമതൊരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അടി ഇടി വഴക്ക് എന്നൊക്കെ പറയുന്ന പോലെ, ഇടിയല്ല വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കൽ. നിങ്ങളാണെങ്കിൽ ഇവരോട് ഓരോ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അവരാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ എനർജി നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗം കൊണ്ടിട്ടാണ് അപ്രതീക്ഷിതമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു പോയിരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും ഇവർ തന്നിട്ടുണ്ടാവില്ല. ഒരുപാട് ഓപ്ഷൻസ് മുന്നിലേക്ക് വന്നപ്പോൾ അവർക്ക് എന്താണോ വാല്യബിൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരൊരു പ്രയോറിറ്റി കൊടുത്ത സാധനങ്ങളുടെ പുറകെ പോയി. അവർ ഈഗോ അവിടെ വർക്കായി. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ നേരിടുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകളിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വരുന്ന ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇവർ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളിൽ വന്നിരിക്കുന്ന ചേഞ്ച്, അത് ഫിസിക്കലി ആയിക്കൊള്ളട്ടെ മെന്റലി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു മാറ്റം ഇവർക്ക് ഭയങ്കരമായ ഒരു അതിശയം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രത്തോളം മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ അത്രയും ഇവരിലേക്ക് ഒരു അഡിക്ഷൻ ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അവർക്കൊരു ഫിയർ ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വീണ്ടും കണക്ട് ആവണമെന്ന്, പക്ഷെ ഒരു ഫിയർ. കാരണം നിങ്ങളുടെ ചേഞ്ച് കാണുമ്പോഴാണ് അവർക്ക് ആ ഒരു ഫിയർ വന്നിരിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ എത്രയും വഴക്കുണ്ടായാലും ഇവരൊന്നും വന്ന് മിണ്ടുമ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് കൂൾ ആവുക, വീണ്ടും നിങ്ങൾ ഇവരോട് ഭയങ്കര സ്നേഹത്തോടു കൂടി അടുക്കുക, അങ്ങനത്തെ രീതിയാണെങ്കിൽ. പക്ഷെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഭയങ്കരമായി ഭീകരിയായി അല്ലെങ്കിൽ ഭീകരനായി എന്നുള്ളതല്ല, മെന്റലി നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വ്യക്തി ഈ ഒരു സമയം വളരെ റെസ്പെക്റ്റോടു കൂടി നിങ്ങളെ നോക്കി കാണുമ്പോഴാണ് അവർക്ക് നിങ്ങളെ മിസ്സായി പോയല്ലോ എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. പക്ഷെ അതൊരു രീതിയിൽ ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാണ്. എങ്കിലും അവർ ചിന്തിക്കുകയാണ് ഈ ഒരു സമയം ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ.
ഒന്ന് സംസാരിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ജേർണിയെ സ്വപ്നം കണ്ടത്. അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തു. ഓരോ രാത്രികളിൽ നിങ്ങൾ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒരുപാട് ഡ്രീംസ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളെല്ലാമാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഇപ്പൊ ആ ഒരു വീണ്ടും കണക്ഷൻ ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ട് ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്താനും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം കൈവരിക്കാനും ചിന്തിക്കുകയാണ്. അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ നിലപാടുകളിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിക്കൊക്കെ ചിന്തകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഈഗോ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ടിട്ടും അതുപോലെ അവർക്ക് ആ ഒരു ഈഗോ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ചിന്ത വരാൻ കാരണം ഫിയർ ആണ്. അവർ ഈഗോ നിങ്ങളുടെ മുന്നിലേക്ക് പൂർണ്ണമായിട്ടും എടുത്തു വെക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഫിയർ വരുന്നതുകൊണ്ട് അവർക്ക് ആ ചിന്തകൾ വരുന്നുണ്ട്. പേടി, ഭയം വരുന്നുണ്ട്. ഇപ്പൊ അവര് അത് പുറമേ കാണിക്കുന്നുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ ഉള്ളുകൊണ്ട് അവർ ഭയക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇവരിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മാറി കഴിഞ്ഞോ എന്നുള്ള ചിന്തകളാണ്. അപ്പൊ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പിനെസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഡെത്ത് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു അവസാനം ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് ചെന്നാലും ഇല്ലെങ്കിലും അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന എനർജി നമുക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. മനസ്സിലുള്ള സ്നേഹം എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് നൽകണം. കാരണം ചുറ്റുപാടും ആരൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു സംതൃപ്തിയോ ലഭിക്കാത്ത അവസ്ഥയാണ്. അവരുടെ സ്നേഹത്തെ നിങ്ങളിലേക്ക് മാത്രമായിട്ട് നൽകാനായിട്ട് അവരിപ്പോ ഈ ഒരു യൂണിവേഴ്സിനോട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് ഇപ്പൊ നിങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ എനർജിയിലേക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായാലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം അല്ലെങ്കിൽ നീതിപൂർവ്വം നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും ഇമാജിൻ ചെയ്യാത്ത ഒരു സമയത്ത് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അതും സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ. ഒരു ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സിലും കിടക്കുന്നുണ്ടായിരിക്കാം. ഇവരുടെ ഉള്ളിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ ഇപ്പൊ ഒരു ചിലപ്പോ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ചിലപ്പോ നിങ്ങൾക്കൊരു ലോങ് ടേം ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വ്യക്തികളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കമ്മിറ്റഡ് ഒക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ക്ലാരിറ്റി നിലനിർത്തി ആ ഒരു സത്യസന്ധമായ രീതിയിൽ ഈ ഒരു പ്രശ്നങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒരു ട്രോമ പോലെ കിടക്കാതെ അത് പൂർണ്ണമായും മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവര്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു വിവാഹ ജീവിതം അത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തീവ്രത അവരുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രയോറിറ്റി അവരുടെ ലൈഫിൽ അവരിപ്പോ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് കണക്ട് ആവാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ നിങ്ങളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് കണക്ട് ആവാനും നിങ്ങൾ കുട്ടികൾ കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കമ്മിറ്റ്മെന്റ് നൽകുക എന്നുള്ള മെന്റാലിറ്റി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ ഒരു മാറ്റങ്ങൾ വേണം. അവർ മനസ്സുകൊണ്ട് ഖേദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം പേറി നടക്കുന്ന അവസ്ഥയാണ്. ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങളുടെ മാറ്റം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് അഡിക്ഷൻ വന്നിട്ട് ചേസ് ചെയ്ത് പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് അതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കമാണ്. കാരണം ചില കാര്യങ്ങൾ അവസാനിച്ചാൽ മാത്രമാണ് ചില കാര്യങ്ങൾ അവിടുന്ന് പുതിയ തുടക്കം നാമ്പിടുകയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഭയങ്കര ചേസ് ചെയ്യുന്ന പ്രവണതയും കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് ഭയങ്കരമായിട്ട് ഇവരാണ് നിങ്ങളുടെ ലൈഫ് എന്നുള്ള രീതിക്കൊക്കെ നടക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ അവിടെ അവസാനിക്കുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീബർത്തിന്റെ തുടക്കമാണ്. കാരണം നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും ഒരു അവസാനം ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ കണക്ട് ആകും.
അതും നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്തുന്ന രീതിയിൽ എല്ലാ രീതിക്കും ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫൗണ്ടേഷൻ വരുന്ന സമയമാണ്. ലവേഴ്സ് എനർജി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെയധികം ഒരു പ്രണയം, ആത്മാർത്ഥത, സ്നേഹം, അട്രാക്ഷൻ, ഭയങ്കരമായ ഒരു സോൾ കണക്ഷൻ ഇതെല്ലാം നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. ഒരുമിച്ച് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ കാലങ്ങളെല്ലാം വീണ്ടും വീണ്ടെടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അവരുടെ നിലപാടുകൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ചേഞ്ച് ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കാത്തിരിപ്പ് എല്ലാത്തിന്റെയും ഭാഗമായിട്ടായിരിക്കാം ഇവരിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അവർ എത്രത്തോളം ഇമോഷൻസ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതേ ഇമോഷൻസ് ഒക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ രാത്രിയിലായിക്കൊള്ളട്ടെ പകലായിക്കൊള്ളട്ടെ, രണ്ട് സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകളിലാണ് നിൽക്കുന്നത്. ഇവര് നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നേരെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഇവർ ചേസ് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റും ഇവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല പല സോഴ്സിലൂടെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവര് എക്സ്പ്രസ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഈഗോ, മറ്റൊന്ന് എന്ന് പറയുന്നത് അവരുടെ ഫിയർ, ഭയമാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്, അതുപോലെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ ചിന്താഗതികൾക്ക്, നിലപാടുകൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, നിങ്ങൾ വേണ്ടാന്നൊക്കെ വെച്ച് പോയവരാണെങ്കിൽ ഇപ്പൊ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ആയിരിക്കുന്നത്, റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു പോസിറ്റീവായ എനർജിയെ അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം യൂണിവേഴ്സിനോട് നിങ്ങൾ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു സമയത്ത് അറിയിക്കേണ്ടതാണ്. കാരണം നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ആവുന്നോ അത്രത്തോളം നമ്മൾ യൂണിവേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു പ്രപഞ്ച ശക്തിയോട് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് തീർച്ചയായും നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. എസ് എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ, അനിഴം, ടോറസ് സോഡിയാക് സൈൻ ആണ്, ആർ എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ഉത്രട്ടാതി, ആർ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, തൃക്കേട്ട, 35, എം എന്നൊരു ലെറ്റർ, 38, എ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 22, അനിഴം അഗെയിൻ വന്നിട്ടുണ്ട്, പത്തനംതിട്ട, ഒ എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്, ഏരീസ് സോഡിയാക് സൈൻ ആണ്, വി എന്നൊരു ലെറ്റർ, ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, പുണർദം, ഭരണി, 28, 30, പൈസസ് സോഡിയാക് സൈൻ ആണ്. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്, 30 ദിവസം കാണിച്ചു, അതുപോലെ 7 ഡേയ്സും കാണിച്ചു. ഓഗസ്റ്റ്, വിശാഖം, എറണാകുളം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.